സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധ പ്രകടനം തുടരുകയാണ്. കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചിരുന്നു, ബാരിക്കേഡ് മറിച്ചിട്ടിരുന്നു. പിന്നാലെയാണ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. ജലപീരങ്കിയെയും വകവയ്ക്കാതെ പ്രവർത്തകർ ബാരിക്കേഡിൽ കയർ കെട്ടി വലിച്ചിടാനുള്ള ശ്രമമാണ് നടത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദിത്യൻ ഓമനക്കുട്ടൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. ആദിത്യൻ, പ്രതിഷേധമാതിരി ഉച്ചസ്ഥായിലെത്തിയ വലിയ അക്രമത്തിലേക്കൊക്കെ നീങ്ങിയിരിക്കുന്നത് കൊച്ചിയിലാണെന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? അക്ഷയ, കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ കൊച്ചിയിലാണ് ഏറ്റവും ശക്തമായ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയാണ്. പോലീസ് ഒരു ഭാഗത്തു നിന്ന് ബാരിക്കേഡ് കയറിൽ പിടിച്ച് വലിച്ച് മറിച്ചിടാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിന്മാറാതെ ആ ബാരിക്കേഡ് കയർ ഉപയോഗിച്ച് വലിച്ച് മറിച്ചിടാൻ ശ്രമിക്കുകയാണ്. ഇരു ഭാഗത്തു നിന്നും വടംവലിക്ക് പോലെയാണ് പോലീസും കോൺഗ്രസ് പ്രവർത്തകരും പരസ്പരം ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നത്. നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരാണ്. നമുക്കറിയാം, ഈ നവകേരള സദസ്സിനോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സംഘർഷമുണ്ടായത്. പെരുമ്പാവൂരിലും കോതമംഗലത്തും മറൈൻ ഡ്രൈവിലും ഒക്കെ പോലീസിന്റെയും പ്രവർത്തകരുടെയും മർദ്ദനം കോൺഗ്രസ് പ്രവർത്തകർക്ക് ഏറ്റു എന്ന് വലിയൊരു ആരോപണം, അല്ലെങ്കിൽ വലിയ മർദ്ദനം ഏറ്റു എന്ന രീതിയിൽ പരാതിയുണ്ട്. എൽദോസ് കുന്നപ്പള്ളി MLA-ക്ക് ഉൾപ്പെടെ മർദ്ദനമേറ്റു. അതിൽ പോലീസ് നടപടിയെടുത്തില്ല എന്ന രീതിയിൽ വ്യാപക പ്രതിഷേധമാണ് കോൺഗ്രസ് പ്രവർത്തകർ അന്നുവഹിച്ചത്. അന്ന് ഈ മർദ്ദന സംഭവങ്ങൾക്ക് ശേഷം എറണാകുളത്തെ എല്ലാ MLA-മാരും DCC അധ്യക്ഷനും ഉൾപ്പെടെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ശക്തമായ പ്രതിഷേധം ജില്ലയിൽ ഉന്നയിക്കുമെന്നും ആരോപിച്ചിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയാണ്. വലിയ സംഘർഷത്തിന് സാധ്യതയുണ്ട്. ബാരിക്കേഡ് ഉയർത്തി താഴ്ത്തി പോലീസും പ്രവർത്തകരും ബലാബലം പോരാടുകയാണ്. ബാരിക്കേഡ് മറിച്ചിടാനാണ് ശ്രമം. ജലപീരങ്കി ഉപയോഗിച്ചിട്ടും പിന്മാറാതെ കോൺഗ്രസ് പ്രവർത്തകർ അതിശക്തമായ പ്രതിഷേധമാണ് കമ്മീഷണർ ഓഫീസിന് തൊട്ടുമുന്നിൽ നടത്തുന്നത്. എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ, മുഹമ്മദ് ഷിയാസ് മാത്രമല്ല, TJ വിനോദ് MLA ഉണ്ട്, KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി മർഗീസിന്റെ നേതൃത്വത്തിലുള്ള മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരാണ് കമ്മീഷൻ ഓഫീസിലേക്കുള്ള മാർച്ചിൽ അണിനിരക്കുന്നത്. ഇപ്പോൾ ബാരിക്കേഡ് ശ്രമിച്ചതിനുള്ള ഇപ്പോൾ വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. വീണ്ടും ഒരു തവണ പ്രയോഗിച്ചിട്ടും പിന്മാറുന്നില്ല പ്രവർത്തകരെന്ന് കണ്ട പോലീസ് ഇപ്പോൾ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പ്രവർത്തകർക്ക് നേരെ. ബാരിക്കേഡ് മറിച്ചിടാൻ ആദ്യ ശ്രമം നടത്തിയപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എന്നിട്ടും പിന്മാറുന്നില്ല കോൺഗ്രസ് പ്രവർത്തകർ. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസ്. ബാരിക്കേഡിന്റെ കയറിൽ നിന്ന് പിടിവിടാതെ കോൺഗ്രസ് പ്രവർത്തകർ കയർ വലിച്ച് ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയാണ്. ജലപീരങ്കി അതിശക്തമായി പ്രയോഗിച്ചിട്ട് പിന്മാറാതെ കോൺഗ്രസ് പ്രവർത്തകർ. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിലാണ് യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും INTUC നേതാക്കളും ഒക്കെ കോൺഗ്രസിന്റെ ജില്ലയാകെ പ്രതിഷേധം ഇറങ്ങുകയാണ്. കമ്മീഷൻ ഓഫീസിന്റെ മുന്നിൽ പ്രതിഷേധം. വീണ്ടും പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നു. അപ്പോഴും പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തുകയാണ്. കയറ് കെട്ടി, അതിൽ സൂചിപ്പിച്ച പോലെ തന്നെ വടം വലിക്കും പോലെ പോലീസ് അവിടെ നിന്ന് ബാരിക്കേഡ് നിലനിർത്താൻ കയറ് കെട്ടി ശ്രമം നടത്തുമ്പോൾ ഇവിടെ ഇതാ കയറ് കെട്ടിക്കൊണ്ട് ആ ബാരിക്കേഡ് വലിച്ചിടാനുള്ള ശ്രമം നടത്തുകയാണ്. ചിലവരുടെ മുണ്ട് ബാരിക്കേഡിൽ കെട്ടിക്കൊണ്ടും വലിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. എന്തായാലും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകുന്നില്ല. തീർത്തും പ്രതിഷേധം അറിയിച്ചുകൊണ്ട് തന്നെ പ്രവർത്തകർ മുന്നോട്ടേക്കാണ്. കമ്മീഷൻ ഓഫീസിലേക്കാണ് കൊച്ചിയിൽ മാർച്ച് നടക്കുന്നത്. ആദ്യം നമ്മൾ ഈ പോലീസിന്റെ കാര്യമൊക്കെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. കൊച്ചിയിൽ എങ്ങനെയാണ് എത്രത്തോളം പ്രവർത്തകർ പോരുന്നുണ്ട്? ഈ പ്രതിഷേധത്തിൽ എത്രത്തോളം പ്രവർത്തകരുണ്ട്? ഇവരെ നേരിടാൻ ആവശ്യമായിട്ടുള്ള പോലീസ് സേന അവിടെ ഉണ്ടോ? പ്രവർത്തകർ, പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള ഒരു ബലാബലമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പോലീസ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും മറുഭാഗത്തുണ്ട്. അത്തരത്തിൽ വലിയൊരു ബലാബലമാണ് ഇപ്പോൾ. ബാരിക്കേഡിന് രണ്ട് വശത്തായി കെട്ടിയിരിക്കുന്ന കയർ പിടിച്ച് വടംവലിക്ക് സമാനമായ ഒരു പോരാട്ടമാണ്. ആ കയർ നീട്ടി വലിച്ച് ഇങ്ങ് അറ്റം വരെയുള്ള പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിൽ സ്വന്തം മുണ്ടൂരി കെട്ടി അത് വലിച്ചും താഴേക്ക് ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണ്. നമുക്കറിയാം, കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ് എറണാകുളം. എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ഇവിടെ അണിനിരക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോയിട്ടുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. പേര് അത്രയും പേരെ അയച്ചിട്ട് കൂടി അതിശക്തമായ പ്രതിഷേധം ഇവിടെയും സംഘടിപ്പിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. നമുക്കറിയാം, എറണാകുളം ജില്ലയിൽ ഈ നവകേരള സദസ്സിന്റെ ബസ് വന്നത് മുതൽ പറവൂരിൽ ആദ്യം എത്തി, അതിനുശേഷം എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ, അതിനുശേഷം പെരുമ്പാവൂരിൽ, പിന്നീട് കോതമംഗലത്തൊക്കെ വലിയ സംഘർഷമുണ്ടായി. ഏറ്റവും ഒടുവിൽ ഈ മറൈൻ ഡ്രൈവിൽ ഒരു CPM പ്രവർത്തകന് പോലും മർദ്ദനമുണ്ടായി. അത്തരത്തിൽ വ്യാപകമായ അക്രമമാണ് CPM പ്രവർത്തകർ നടത്തിയത്, അല്ലെങ്കിൽ DYFI പ്രവർത്തകർ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ നടത്തിയതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. എന്നിട്ടും ഈ ആലുവയിൽ അൻവർ സാദത്ത് MLA നമ്മളോട് പറഞ്ഞതാണ്, ഈ അക്രമം നടത്തിയവരുടെ പേരും വിവരങ്ങളും വാഹനങ്ങളുടെ നമ്പരും ഒക്കെ നൽകിയിട്ടും കേസെടുക്കുന്നില്ല. അത്തരത്തിൽ പോലീസ് ഈ ആക്രമണങ്ങൾക്ക് കൂട്ടു നിൽക്കുകയാണെന്ന രീതിയിൽ വലിയ ആരോപണം ഈ എറണാകുളത്തെ ജനപ്രതിനിധികളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ ഉന്നയിച്ചിരുന്നു.
ശരി, കൊച്ചിയിൽ പ്രതിഷേധമായി ഉച്ചസ്ഥായിയിലേക്ക് എത്തുകയാണ്. ഇപ്പോഴും പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം തുടരുകയാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. വീണ്ടും വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. കയ്യറുകെട്ടി ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം ഇതാ തുടരുകയാണ്. കൂടുതൽ പ്രവർത്തകർ ആ കയറിൽ കൈപിടിക്കുന്നു, കൈകോർക്കുന്നു. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം തുടരുന്നു. വലിയൊരു സംഘടിത ശക്തിയായി തന്നെ കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നവകേരള സദസ്സിനെതിരെ വലിയ പ്രതിഷേധം കാസർഗോഡ് മുതൽ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു, കണ്ണൂർ മുതൽ ശക്തിയായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ വലിയ സംഘടിത ശക്തിയായി തന്നെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തുകയാണ്. പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുകയാണ്. ആർപ്പ് വിളിച്ചുകൊണ്ട് ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം ഇതാ പോലീസും പ്രവർത്തകരും തമ്മിലൊരു ബലാബലം എന്നൊക്കെ നമുക്ക് പറയാവുന്ന തരത്തിൽ തന്നെ അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മറ്റിടങ്ങളിൽ നിന്നൊക്കെ കാണുന്നതിൽ വ്യത്യസ്തമായി ഇങ്ങനെയൊരു പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിട്ടൊരു ബലാബലത്തിലേക്ക് ശക്തിപ്രകടനത്തിലേക്കൊക്കെ പോകുന്നത് കൊച്ചിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലേക്കൊക്കെ എത്തിച്ചേർന്നിട്ടുള്ളത് കൊച്ചിയിൽ മാത്രമാണ്. ആദിത്യൻ തുടരുന്നുണ്ട്. ആദിത്യൻ, ഇപ്പോൾ എത്ര നേരമായി പ്രതിഷേധം ആരംഭിച്ചിട്ട് എത്ര നേരമായി ഇനിയും പിന്തിരിഞ്ഞു പോകില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണല്ലേ കോൺഗ്രസ് പ്രവർത്തകർ? അക്ഷയ, ഒരു 10 മിനിറ്റോളമായി പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള ഒരു ബലാബലം, ഒരു വടംവലിക്ക് സമാനമായി. ഈ വശത്ത് എറണാകുളം DCC പ്രസിഡന്റാണ് വടംവലി നയിക്കുന്നതെങ്കിൽ അപ്പുറത്ത് ASPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വടംവലി നയിക്കുന്നതിന് സമാനമായ ഒരു കാഴ്ചയാണ്. ജലപീരങ്കി 2 തവണ പ്രയോഗിച്ചിട്ടും കോൺഗ്രസ് പ്രവർത്തകർ പിന്നോട്ട് ഒരടി വെക്കുന്നില്ല. അവർ അവിടെ തന്നെ തങ്ങി തങ്ങളുടെ മുണ്ട് ഉപയോഗിച്ച് ബാരിക്കേഡ് കെട്ടുന്നു, കൊടികൾ ഉപയോഗിച്ച് ബാരിക്കേഡ് കെട്ടുന്നു. അതിനിടയിൽ വടംവലിക്ക് സമാനമായ അന്തരീക്ഷം. ഇരുഭാഗത്തു നിന്നും ബലാബലമായി ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം, എന്നാൽ പോലീസ് അത് തടയാനുള്ള ശ്രമവുമാണ്. പോലീസ് പ്രവർത്തകർക്ക് ചുറ്റും വളഞ്ഞിട്ടുണ്ട്. ബാരിക്കേഡിന്റെ അപ്പുറത്ത് മാത്രമല്ല, ഇപ്പുറത്തെ വശത്ത് ഈ പ്രവർത്തകരുടെ ഇങ്ങേ അറ്റത്തും പോലീസിന്റെ ഒരു സംഘം വളഞ്ഞിട്ടുണ്ട്. മഹിളാ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ വലിയ തോതിൽ ഒരു വശത്ത് കൂടിയിട്ടുണ്ട്. ഈ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്ന ഈ മുന്നിലുള്ള പ്രവർത്തകർ മാത്രമല്ല, ഇങ്ങ് ബാലറ്റത്ത് വരെ ഒരുപാട് പ്രവർത്തകരാണ് ഇവിടെ അണിനിരക്കുന്നത്. യാതൊരു തരത്തിലും പിന്നോട്ടില്ല. ഈ പ്രതിഷേധം മാർച്ച് അതിശക്തമായിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. അതിലൊന്നും പിന്നോട്ട് പോകാതെ വീണ്ടും ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശക്തമായ ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസാണ് ഏറ്റവും മുന്നിൽ നിന്ന് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. ഏറ്റവും മുന്നിൽ മുഹമ്മദ് ഷിയാസ് DCC അധ്യക്ഷൻ നയിക്കുന്നത് കാണാം. ഒരു ഭാഗത്ത് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന്റെ നേതൃത്വത്തിലുള്ള മഹിളാ കോൺഗ്രസ് സംഘവും INTUC നേതൃത്വത്തിൽ കീഴിലുള്ള INTUC പ്രവർത്തകരുടെ സംഘവും ഉൾപ്പെടെ ഈ എറണാകുളം UDF കൺവീനറുടെ നേതൃത്വത്തിലുള്ള മറ്റ് UDF അംഗങ്ങൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധമാണ് ഇവിടെ എറണാകുളത്ത്. നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ കമ്മീഷണർ ഓഫീസ് മാർച്ചിൽ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമത്തിലാണ്. ഇത് തടയുന്നതിന് വേണ്ടി അപ്പുറത്തെ വശത്ത് കയറ് കെട്ടി പോലീസും പ്രതിരോധിക്കുകയാണ്. പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഒരു മടംവലിക്ക് സമാനമായ കാഴ്ച. ബാരിക്കേഡ് മറിച്ചിടാൻ കാഴ്ചയാണ് ഇവിടെയുള്ളത്. ഇനി പോലീസിന്റെ അടുത്ത നീക്കം എങ്ങനെയായിരിക്കും? പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകുന്നേയില്ല. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും അവരവിടെ തന്നെ അതുപോലെ നിൽക്കുകയാണ്. എങ്ങനെയായിരിക്കും പോലീസിന്റെ അടുത്ത നീക്കം? 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു പോലീസ്. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷവും പിന്മാറുന്നില്ല, പ്രവർത്തകർ പിന്മാറുന്നില്ല. പോലീസ് അത് പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വടംവലിക്ക് സമാനമായ അന്തരീക്ഷം. ഇങ്ങ് വാലറ്റം വരെ പ്രവർത്തകരുണ്ട്. ഈ മുന്നിൽ നിൽക്കുന്ന പ്രതിരോധിക്കാൻ നിൽക്കുന്ന പ്രവർത്തകർ മാത്രമല്ല, ഈ ബാരിക്കേഡ് മറിച്ചിടാൻ നിൽക്കുന്ന പ്രവർത്തകർ മാത്രമല്ല, ഇങ്ങ് വാലറ്റത്ത് വരെ പ്രവർത്തകരുണ്ട്. എനിക്ക് തോന്നുന്നത് ഘട്ടം ഘട്ടമായി പോലീസിനെ നേരിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം മുന്നിൽ നിന്ന് നയിക്കുന്നവർ അവർ 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും അവർ പിന്മാറുന്നില്ല. അവർക്ക് ശേഷം ഇവരെ ബാരിക്കേഡ് മറിച്ചിടാൻ മറ്റൊരു സംഘം കോൺഗ്രസ് പ്രവർത്തകർ പുറകിലുണ്ട്. അവരെ തടയുന്നതിന് വേണ്ടി മറ്റൊരു പോലീസ് സംഘവും ഈ വാലറ്റത്ത് അവരെ വളഞ്ഞു നിൽക്കുന്നുണ്ട്. പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു ബലാബലമാണ് ഇപ്പോൾ ഈ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നടക്കുന്നത്. തീർത്തും സംഘടിതമായ ഒരു ശക്തിയായി തന്നെ കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറിച്ചിടാനായി കയ്യറുകെട്ടി ബാരിക്കേഡിൽ ഓരോരുത്തരായി കരം കോർത്തുകൊണ്ട് അവരുടെ ശക്തി അറിയിച്ചുകൊണ്ട് ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തുകയാണ്. പോലീസും പ്രവർത്തകരും നേർക്കുനേർ ബലാബലം നടത്തുന്നു. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാകാത്ത കാഴ്ചയാണ് നമ്മൾ കൊച്ചിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.